കൂടെ ജീവിച്ചു വാഴുന്ന സർവശക്തനായ ദൈവം, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് അവിടത്തോട് ചേർന്ന് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് വളരെ പവിത്രമായ നോമ്പ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നോമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നോമ്പുകാല ഞായർ ആരാധനയിലാണ് നാം ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. ഇതേ ദിവസം ദക്ഷിണേന്ത്യ സഭയായി നമുക്ക് ചിന്തിക്കാനായി നൽകിയിരിക്കുന്ന വിഷയം തൊട്ടുകൂടാത്തവരെ തൊടുക എന്നുള്ളതാണ്. ടച്ച് ദ അൺടച്ചബിൾസ്. തൊട്ടുകൂടാത്തവരെ തൊടുക എന്ന ഏറ്റവും ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചിന്ത. തൊട്ടുകൂടായ്മ എന്നുള്ള ഒരു പദം സാമൂഹിക അടിസ്ഥാനത്തിൽ വളരെ ഏറെ പ്രാധാന്യമുള്ളതും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റായി ഇന്നും നിൽക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് തൊട്ടുകൂടായ്മ. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലവും മുൻകാലങ്ങളിലുള്ള അവസ്ഥകളെക്കുറിച്ചും പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലുള്ള എല്ലാ ജനവും മനസ്സിലാക്കിയിട്ടുള്ള ഒരു അനുഭവമാണ്. ക്ഷേത്ര വിളംബര പ്രവേശനം തുടങ്ങിയുള്ള ധാരാളം പ്രക്ഷോഭങ്ങൾ തെക്കൻ തിരുവിതാംകൂറിന്റെ ചരിത്ര താളുകൾ വായിക്കുമ്പോൾ കാണാനായി സാധിക്കും. ഇത്തരത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഭാരത സംസ്കാരത്തിന് ഉള്ളതായി നമ്മൾ അറിയും പ്രകാരം ആ കാലഘട്ടങ്ങളിൽ അതിശക്തമായ നിലയിൽ ഈ തൊട്ടുകൂടായ്മയ്ക്കെതിരെ ശബ്ദമുയർത്തിയത് ഭാരതത്തിന്റെ ഭരണഘടന ശില്പിയായിരിക്കുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കർ എന്ന മഹത്തായ മനുഷ്യനാണ്. അദ്ദേഹം ഒരു താഴ്ന്ന കുലത്തിൽ നിന്ന് ജനിച്ചു വളർത്തപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള തൊട്ടുകൂടായ്മയ്ക്കെതിരെ ശക്തമായി പോരാടുകയും 1955 അൺടച്ചബിൾ ഒഫൻസസ് ആക്ട് എന്ന നിയമ ഭേദഗതി ഉണ്ടായി. ആ കാലഘട്ടം വരെയും നിലനിന്നിരുന്ന ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് താഴ്ന്ന വർഗത്തിൽപ്പെട്ടവർക്ക് മേലാളന്മാരോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഗ്രാമങ്ങളിലുള്ള കൊച്ചു കൊച്ചു കടകളിലേക്ക് ചെല്ലുമ്പോൾ മേലാളന്മാർക്ക് കൊടുക്കുന്ന ചായക്കപ്പിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ചായ കൊടുത്തിരുന്നില്ല. നമ്മൾ തിരുവിതാംകൂറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ചിരട്ടയിൽ മാത്രമാണ് അന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ചായ കൊടുത്തിരുന്നത്. ഏതെങ്കിലും ഭക്ഷണശാലയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന കസാരയിൽ ഇരിക്കാനോ ഭക്ഷണപാത്രങ്ങൾ ഉപയോഗിക്കുവാനോ അവസരം ഉണ്ടായിരുന്നില്ല. പൊതുവായ ആരാധനയിൽ പങ്കെടുക്കുവാനോ പൊതുവായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമായി തീരുവാനോ ചപ്പൽ ധരിക്കാനോ ഒന്നും അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു വേദപുസ്തക കാലഘട്ടങ്ങളിലും അതോടൊപ്പം തന്നെ തെക്കൻ തിരുവിതാംകൂറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നാം കാണാനായി സാധിക്കുന്നത്. ആരായിരുന്നു വാസ്തവത്തിൽ ആ താഴ്ന്ന വർഗത്തിൽപ്പെട്ടവർ? ഒരു പരിധിവരെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് അന്നത്തെ ക്രൈസ്തവ സമൂഹം ഉൾപ്പെട്ടിരുന്ന നമ്മുടെ എല്ലാവരുടെയും സമുദായത്തെ തീണ്ടിക്കൂടായ്മ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ എന്ന സമ്പ്രദായത്തിന്റെ കീഴിലായിരുന്നു. അതുകൊണ്ടാണ് മിഷണറി വര്യന്മാർ നമ്മുടെ തിരുവിതാംകൂറിലേക്ക് വരുന്നത് വരെയും നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ശരിയായ വസ്ത്രം നേരായ അനുഭവത്തിൽ ധരിക്കുവാൻ അവകാശമുണ്ടായിരുന്നില്ല. മീശ വളർത്താൻ പുരുഷന്മാർക്ക് അവകാശമുണ്ടായിരുന്നില്ല. മേലാളന്മാരുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന, ഒരുപക്ഷെ ശിരസ് കൂലി നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭവമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പൂർവ്വ മാതാപിതാക്കളുടെയും അവരുടെ
പൂർവ്വപിതാക്കന്മാരുടെയും ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു പരിധിവരെ മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിന് ഒരു ദൈവകൃപയാൽ ഉയർച്ച വന്നത് മിഷണറിമാരുടെ വരവോടുകൂടിയാണ്. മിഷണറിമാരുടെ വരവോടുകൂടി അടിമത്വത്തിന് ഒരു വിരാമം ഉണ്ടാവുകയും വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറക്കപ്പെടുകയും ഇന്ന് ശരിയായ തലത്തിൽ ഞാനും നിങ്ങളും വസ്ത്രം ധരിച്ച് നമ്മുടേതായ മക്കൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നല്ല ടെലികമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ, ഇന്നത്തെ നല്ല റെയിൽവേ സംവിധാനത്തിൽ ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ ഓർക്കുക, ഇതെല്ലാം സാധൂകരിക്കപ്പെട്ടത് മിഷണറിമാരുടെ ആവിർഭാവത്തോടു കൂടിയായിരുന്നു. ഒരുപക്ഷെ ക്രിസ്ത്യൻ മിഷണറി വീരന്മാർ നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ വരാതിരുന്നു എങ്കിൽ ഇന്ന് മേൽ പ്രസ്താവിച്ച അൺടച്ചബിൾസ് എന്ന അനുഭവത്തിൽ, അല്ലെങ്കിൽ തൊട്ടുകൂടാത്തവർ എന്ന ആ ഒരു ലേബലിൽ തന്നെ ഞാനും നിങ്ങളും ഇന്ന് സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടാകുമായിരുന്നു എന്ന വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് വേദപുസ്തകം ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ന് സാമൂഹികപരമായും രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് എന്ന് ഓർക്കുക. ബൈബിളാണ് എനിക്ക് നിങ്ങൾക്കും ഇന്ന് നമ്മുടേതായ ഒരു വ്യക്തിത്വം ദാനം ചെയ്തു. നമുക്കിന്നൊരു ഐഡന്റിറ്റി ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും വിദ്യാഭ്യാസത്തിന് ഏറ്റക്കുറച്ചിലുണ്ട്, സാമ്പത്തിക ഭദ്രതയ്ക്ക് ഏറ്റക്കുറച്ചിലുണ്ട്, നമ്മുടെ ജീവിത സൗകര്യങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ട്. പക്ഷേ അതിനേക്കാളും അപ്പുറമായി നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, നമുക്കൊരു വ്യക്തിത്വമുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു ദൈവിക കൃപയുണ്ട്. ഇതൊക്കെ നമുക്ക് സാധൂകരിക്കപ്പെട്ടത് തീർച്ചയായും പാശ്ചാത്യ മിഷണറി വീരന്മാരുടെ ആവിർഭാവത്തോടു കൂടിയാണ്. ഇത് വായിച്ച വേദപുസ്തകത്തിലെ വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് വേദപുസ്തകത്തിലെ തൊട്ടുകൂടാത്തവർ എന്ന രീതിയിൽ കാണുന്നത്? പഴയ നിയമ പുതിയ നിയമ വേദഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചാൽ കുഷ്ഠരോഗികളെ അവർ പാളയത്തിന്റെ പുറത്ത് ആക്കിയിരുന്ന ഒരു വിഭാഗമായിരുന്നു. അവരെല്ലാവരും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമാണ്. ഒരിക്കലും ജനസാന്ദ്രതയുള്ള ജനത്തോടൊപ്പം താമസിക്കുവാൻ അവകാശം നിഷേധിക്കപ്പെട്ട് ഏതെങ്കിലും ഒരു പാളയത്തിന്റെ പുറത്ത് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായിരുന്നു കുഷ്ഠരോഗികൾ എന്ന് നാം കാണാനായി സാധിക്കും. അതിനേക്കാളും അപ്പുറമായി രക്തസ്രാവം പിടിക്കപ്പെടുന്ന അനുഭവത്തിലായിരിക്കുന്ന വ്യക്തികളെയും പാളയത്തിന്റെ പുറത്താക്കി കളയുന്ന മോശയിക ന്യായപ്രമാണം പഴയ നിയമ കാലഘട്ടങ്ങളിലും അതിന്റെ തനി ആവർത്തനം പുതിയ നിയമത്തിലും നാം കാണാനായി സാധിക്കും. ഇത്തരത്തിൽ തൊട്ടുകൂടായ്മയുള്ള വ്യക്തികളെ ഒറ്റവാക്കിൽ അറിയപ്പെട്ടിരുന്നത് ദേ ആർ സിന്നേഴ്സ്, അവർ പാപികൾ എന്ന നിലയിലായിരുന്നു. എന്നാൽ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ലേവ്യ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ കുഷ്ഠരോഗിയെ തൊടുന്നവൻ അശുദ്ധനായി മാറുകയാണ്. കാരണം അവൻ അശുദ്ധിയുടെ പ്രതീകമായി മാറ്റപ്പെടുകയാണ്. ഇങ്ങനെ അശുദ്ധിയുടെ പ്രതീകമായി മാറ്റപ്പെടുന്ന ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ച് ക്വാറന്റൈനിലേക്ക് പോവുകയാണ്. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 45-46 വാക്യങ്ങളിൽ അവർ പാളയത്തിന്റെ പുറത്ത് താമസിക്കുകയാണ്. ഏറിയ കാലം അവർ പാളയത്തിന്റെ പുറത്ത് താമസിച്ചതിന് ശേഷം അവരുടെ വടുക്കൾക്ക് അല്ലെങ്കിൽ കുഷ്ഠരോഗത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും മാറി എന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം അവർ പുരോഹിതന്റെ അരികിലേക്ക് വരണം. പുരോഹിതൻ ഈ സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗിയെ പരിശോധിക്കും. അദ്ദേഹം പരിശോധിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ കുഷ്ഠരോഗം മാറി എന്ന് ഉറപ്പ് വരുമ്പോൾ പുരോഹിതൻ ഇദ്ദേഹത്തെ പാളയത്തിനുള്ളിലേക്ക് താമസിക്കുവാൻ അനുവദിക്കുകയാണ്. അത്തരത്തിൽ പഴയ നിയമ കാലം മുതൽ തന്നെ തൊട്ടുകൂടായ്മ അതിശക്തമായി നിലനിന്നിരുന്നപ്പോൾ അതിന് ഒരു പ്രതിനിധി ഉണ്ടാകാനാണ് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആവിർഭാവമായി നാം കാണാനായി സാധിക്കുന്നത്. പഴയ നിയമ വേദപുസ്തകം ഇന്ന് വായിച്ച 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 തുടങ്ങി 10 അതിനെ തുടർന്നുള്ള വാക്യങ്ങളും നമ്മളൊന്ന് വായിച്ചപ്പോൾ നമുക്ക് കാണാനായി സാധിച്ചത് അരാം
സൈന്യത്തിലെ സേനാപതിയായ നയമാൻ അദ്ദേഹം കുഷ്ഠരോഗിയായിരുന്നു എന്നും അദ്ദേഹം എലീശ പ്രവാചകന്റെ അരികിലേക്ക് ചെല്ലുന്നതായും എലീശ പ്രവാചകൻ അദ്ദേഹത്തോട് യോർദാൻ നദിയിലേക്ക് നീ തിരികെ പോകണമെന്നും 7 പ്രാവശ്യം മുങ്ങി സൗഖ്യം പ്രാപിച്ച് നിന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന നിർദ്ദേശം കൊടുക്കുന്ന പശ്ചാത്തലം നമുക്ക് കാണാനായി സാധിക്കും. ഈ നയമാനെ കുറിച്ച് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുന്ന 3 പ്രത്യേകതകൾ: 1, നയമാൻ മഹാൻ ആയിരുന്നു. 2, നയമാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന മാന്യൻ ആയിരുന്നു. 3, നയമാൻ പരാക്രമശാലിയായിരുന്നു. ഈ 3 സ്വഭാവ വിശേഷതകളും നയമാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഔട്ട്വേർഡ് അപ്പിയറൻസ് ആണ്, അദ്ദേഹത്തിന്റെ ബാഹ്യ പ്രതികരണമാണ്. അദ്ദേഹം ഒരു മഹാനായിരുന്നു. നാമാൻ ദി ഗ്രേറ്റ് എന്നാണ് പറയുന്നത്. മഹാനായ നയമാൻ അദ്ദേഹം സമൂഹത്തിൽ ഏറ്റവും മാന്യമായ സ്ഥാനം അലങ്കരിച്ചൊരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ശതാധിപന്റെ വസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഒന്നടങ്കം ജനം അദ്ദേഹത്തെ കുമ്പിടുമായിരുന്നു. കാരണം അദ്ദേഹം മഹാനായ ഒരു മനുഷ്യൻ. 2, അദ്ദേഹം ഒരു നോബിൾ മാൻ ആയിരുന്നു, മാന്യനായിരുന്നു. സമൂഹത്തിൽ മാന്യമായി ഇടപെടുന്ന, മാന്യത നടിക്കുന്ന, മാന്യതയുടെ ഒരു പ്രതീകമായി മാറ്റപ്പെട്ട നയമാൻ. അത് മാത്രമല്ല, അദ്ദേഹം ധീരനായ ഒരു മനുഷ്യനാണ്. ധാരാളം യുദ്ധങ്ങൾ ചെയ്ത് ആ യുദ്ധങ്ങളിലെല്ലാം താൻ ഏത് പടയ്ക്കാണോ നേതൃത്വം കൊടുക്കുന്നത് ആ പടയെ വിജയിപ്പിച്ച് തന്റെ രാജാവിൽ നിന്നും പ്രശസ്തിയുടെ കീർത്തിചക്രം വാങ്ങിക്കുന്ന പരാക്രമശാലിയായ നയമാൻ. 3 പ്രത്യേകതകൾ: മഹാൻ, മാന്യൻ, പരാക്രമശാലി. ഈ 3ഉം അദ്ദേഹത്തിന്റെ പുറമോടിയിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. ശതാധിപന്റെ വസ്ത്രം ധരിച്ചു വരുമ്പോൾ ജനങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് വണങ്ങും. കാരണം അദ്ദേഹം മഹാനായിരിക്കുന്നു, അദ്ദേഹം മാന്യമായ കുടുംബ പശ്ചാത്തലത്തിലായിരിക്കുന്നു. അദ്ദേഹത്തെ കുറിച്ച് ജനങ്ങൾ പറയും ധൈര്യശാലിയായ, ധീരനായ യോദ്ധാവ് എന്ന്. അദ്ദേഹത്തിന്റെ നടത്തം, പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെതായ സംഭാഷണം കേൾക്കുമ്പോൾ ജനം ഒന്നടങ്കം പറയുമായിരുന്നു. എന്നാൽ അദ്ദേഹം വീടിനുള്ളിലേക്ക് കയറി വരുമ്പോൾ, തന്റെ പേഴ്സണൽ റൂമിലേക്ക് വരുമ്പോൾ, തന്റെ വ്യക്തിഗതമായ ജീവിതത്തിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വേഷം മെല്ലെ മെല്ലെ ശരീരത്തിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊന്തി നിൽക്കുന്ന കുഷ്ഠരോഗത്തിന്റെ വടുക്കളാണ്. ആരോരും കാണാത്ത നിലയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസ്ത്രം ഈ വടുക്കളിന്മേലെല്ലാം വെച്ച് പുറമോടിയിൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനായി നിൽക്കുന്നു എങ്കിലും ആന്തരികമായി അദ്ദേഹം കുഷ്ഠരോഗി ആയി. അങ്ങനെ താൻ ഒരു കുഷ്ഠരോഗിയാണ് എന്ന് സമൂഹം അറിഞ്ഞാൽ ഇന്നലെ വരെയും സല്യൂട്ട് ചെയ്ത സകല വ്യക്തികളും പറയും ഇദ്ദേഹത്തെ പാളയത്തിന്റെ പുറത്തേക്കാക്കണം. അതുകൊണ്ട് സമൂഹത്തെ ഭയപ്പെട്ട്, തനിക്ക് സല്യൂട്ട് തരുന്ന ജനത്തെ ഭയപ്പെട്ട് അദ്ദേഹം ഇങ്ങനെ ജീവിക്കുമെങ്കിലും ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് കരയുന്ന അനുഭവമായി മാറുകയാണ് നയമാൻ. അങ്ങനെ ആ നയമാൻ വേദന സഹിക്കവയ്യാതെ ഒരു നാളിൽ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാനൊരു കുഷ്ഠരോഗിയാണ്. ആ ഒരു വേദന സഹിക്കവയ്യാതെ നയമാന്റെ ഭാര്യ ഈ വേദനയുടെ വാക്കുകൾ ആ ഭവനത്തിൽ തന്നെ വീട്ടുജോലിയിൽ നിൽക്കുന്ന അടിമയായി പിടിക്കപ്പെട്ടു കൊണ്ടുവന്ന പെൺകുട്ടിയോട് പറഞ്ഞു. പെൺകുട്ടി പറഞ്ഞു, യജമാനനോട് പറയണം, അങ്ങ് എന്റെ നാട്ടിൽ എലീശ എന്ന ഒരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒന്ന് ചെന്നു എങ്കിൽ യജമാനന് സൗഖ്യമുണ്ടാകുമായിരുന്നു. ഈ വാർത്ത കേട്ട യജമാനത്തി നയമാനോട് പറഞ്ഞു, അവിടുന്ന് എലീശയുടെ നാട്ടിലേക്ക് പോയാലും. അങ്ങനെ സേനാപതി അരാം രാജാവിനോട് അറിയിച്ച് അരാം രാജാവിന്റെ ഔദ്യോഗിക കത്ത് വാങ്ങിച്ചുകൊണ്ട് ഒരു കൂട്ടം സമ്മാനങ്ങളുമായി എലീശ പ്രവാചകന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. എലീശ പ്രവാചകന്റെ അരികിലേക്ക് ചെന്ന് വസ്തുതയെല്ലാം ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എലീശ പറഞ്ഞു, ഈ സമ്മാനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല, നീ ഒരു കാര്യം ചെയ്യും, യോർദാൻ നദിയിലേക്ക് പോകുക. യോർദാൻ നദിയിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങി സൗഖ്യം പ്രാപിച്ച് നാട്ടിലേക്ക് തിരികെ പിക്കൊള്ളാൻ എലീശ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ക്രുദ്ധനായി കയറുന്ന നയമാൻ പറഞ്ഞു, എന്റെ നാട്ടിൽ അബാനയും പപ്പരും എന്ന ശുദ്ധ നദീതടങ്ങളുണ്ട്, പിന്നെ എന്തിനാണ് ഈ
ചെളിവെള്ളം നിറഞ്ഞു കിടക്കുന്ന, കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന യോർദാനിൽ എന്നോട് ഇറങ്ങാനായി പറയുന്നത്. ആ സമയം കൂടെ വന്ന സഹപ്രവർത്തകർ പറഞ്ഞു, അല്ലേ യജമാനനെ, ഇത് വലിയ കാര്യമാണ്, എലീശ നിന്നോട് ആവശ്യപ്പെട്ടു എങ്കിൽ നീ അത് ചെയ്യുമായിരുന്നു. ഇതൊരു കുഞ്ഞു കാര്യമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, യോർദാനിലേക്ക് പോകാം. 7 പ്രാവശ്യം അവിടെ മുങ്ങിത്താണ് സൗഖ്യത്തിലേക്ക് പോകാം. 7 എന്നുള്ളതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ ഓരോ നമ്പേഴ്സിനും, സംഖ്യയ്ക്കും പ്രാധാന്യമുണ്ട്. 1 വളരെയേറെ പ്രാധാന്യമുണ്ട്. ആ 1 എന്നുള്ളത് അത് എല്ലാ വാക്കുകളെക്കാളും, എല്ലാ അക്ഷരത്തെക്കാളും, സംഖ്യയെക്കാളും ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. 1 ടോപ്പ് മോസ്റ്റ് ആണ്. യഹോവയായ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുത്തപ്പോഴും പറഞ്ഞു, യഹോവയായ ഞാൻ മാത്രം ഏകൻ, ഞാൻ മാത്രം ദൈവം, മറ്റൊന്നും ദൈവങ്ങളല്ല. ഞാൻ മാത്രമേ ദൈവമായിട്ടുള്ളൂ, ഞാൻ ഏകനാണ്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. ഏകനായ ദൈവം, തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവും, തൃത്വത്തിൽ ഒരുവനായ ക്രിസ്തു, തൃത്വത്തിൽ ഒരുവനായ പിതാവ് എന്ന് പറയുമെങ്കിലും ഇതെല്ലാം ഏകത്വത്തിലേക്ക് മാറുമ്പോൾ അവിടെ 1 എന്നുള്ള വാക്കിന് പ്രാധാന്യമുണ്ട്. അങ്ങനെ എന്ന് വരികിൽ 7 എന്നുള്ളത് പൂർണ്ണതയാണ്. 7 ഒരു പൂർണ്ണത എന്ന് അവകാശപ്പെടുകയാണ്. യഹൂദ കലണ്ടർ അനുസരിച്ച് 7 ഉത്സവങ്ങൾ, 7 ദിനങ്ങൾ, 7 ഒരു പൂർണ്ണതയെ കാണിക്കുന്നു എങ്കിൽ എലീശ നയമാനോട് പറഞ്ഞു, നീ യോർദാനിലേക്ക് പോകണം. എന്തുകൊണ്ട് യോർദാനിലേക്ക് തന്നെ പോകാൻ പറഞ്ഞു? പുതിയ നിയമ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശുക്രിസ്തുവിന് പാതയൊരുക്കാൻ വരികയാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ അരയിൽ തോൾവാറ് കെട്ടി, അദ്ദേഹം കാട്ടുതേന ഭക്ഷിച്ച് ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മരുഭൂമിയിൽ വരുന്നവൻ വിളിച്ചു പറയുന്ന വാക്കാം ഇത് എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിന് പാതയൊരുക്കുന്നതിന്റെ പ്രാധാന്യത്തെ സ്നാപക യോഹന്നാൻ അറിയിക്കുകയാണ്. ആ സ്നാപക യോഹന്നാന്റെ അരികിൽ വന്ന് പലരും മാനസാന്തര സ്നാനത്തിലേക്ക് വന്നു. അങ്ങനെ മാനസാന്തര സ്നാനത്തിന് വേണ്ടി സ്നാപക യോഹന്നാന്റെ അരികിലേക്ക് വരുന്ന ഒരു ദൈവിക നീതി സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ യേശുക്രിസ്തുവും സ്നാപക യോഹന്നാന്റെ അരികിലേക്ക് വന്നു. അങ്ങനെ സ്നാപക യോഹന്നാന്റെ അരികിലേക്ക് വന്നപ്പോ സ്നാപക യോഹന്നാൻ പറഞ്ഞു, അല്ലയോ യേശുവേ, നിന്നാൽ സ്നാനം ഏൽക്കുന്നത് എനിക്ക് ഉചിതം എന്ന് പറഞ്ഞ് യേശുവിനെ സ്നാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സ്നാപക യോഹന്നാൻ ശ്രമിക്കുമ്പോൾ യേശു പറഞ്ഞു, എല്ലാ തിരുവെഴുത്തും നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതം. അങ്ങനെ തിരുവെഴുത്തിന്റെ നിവൃത്തിയാകും വണ്ണം യേശു യോർദാനിൽ ഇറങ്ങുകയാണ്. യോർദാനിൽ ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന ദേവരൂപത്തിൽ യേശുവിന്റെ ശരീരത്തിലേക്ക് വന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവര് ചെവി കൊടുപ്പിൽ, ഞാൻ ഇവരിൽ പ്രസാദിച്ചിരിക്കുകയാണ്. അങ്ങനെ ദൈവാത്മാവിന്റെ നിറമുള്ള യോർദാനിൽ ഇറങ്ങാൻ എലീശ നയമാനോട് ആവശ്യപ്പെട്ടു. ഇറങ്ങി കുളിക്കാനുള്ളത് 7 പ്രാവശ്യമാണ്. എന്താണ് ഈ 7 പ്രാവശ്യം കുളിക്കാൻ നയമാനോട് ആവശ്യപ്പെട്ടത്? നമ്മൾ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ സദൃശ്യവാക്യത്തിൽ 7 കാര്യങ്ങൾ ദൈവം വെറുക്കുന്നു എന്ന് പഠിപ്പിക്കുകയാണ്. ദൈവം വേണ്ട എന്ന് പറയുന്ന 7 കാര്യങ്ങൾ ഓർക്കുക. നയമാനോട് ദൈവം പറയുന്നു, നീ 7 പ്രാവശ്യം യോർദാനിൽ കുളിക്കണം. 1-ാമത്തെ പ്രാവശ്യം യോർദാനിൽ മുങ്ങി നയമാൻ തന്റെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. 2-ാമത്തെ പ്രാവശ്യം കുളിക്കുന്നു, ശരീരത്തിലേക്ക് നോക്കുന്നു, മാറ്റമുണ്ടാകുന്നില്ല. 6 പ്രാവശ്യം കുളിക്കുന്നു, ശരീരത്തിലേക്ക് നോക്കുന്നു, മാറ്റമുണ്ടാകുന്നില്ല. 7-ാമത്തെ പ്രാവശ്യം കുളിച്ചു കയറുമ്പോൾ ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞിന്റെ ശരീരം പോലെ വളരെ മാർദ്ദവമായി മാറുകയാണ്. അങ്ങനെയെങ്കിൽ 7 പ്രാവശ്യത്തെ കുളി സമം 7 കാര്യങ്ങൾ മാറ്റാൻ ദൈവം നയമാനോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത്, നീയും യോർദാനിൽ 7 പ്രാവശ്യം ഇറങ്ങണം. കുഷ്ഠരോഗം എന്നുള്ളത് പുതിയ നിയമ സങ്കല്പം അനുസരിച്ച് പാപമാണ്. പാപം ഒരു കുഷ്ഠമാണ്.
പാപം ഒരു ക്യാൻസറാണ്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ 7 കാര്യങ്ങളാണ് നമ്മൾ മാറ്റാനായിട്ടുള്ളത്? ഒന്നാമതായി സെൽഫ് പ്രൗഡ്, അഹങ്കാരം എന്ന ഒരു ജീവിതാവസ്ഥ മാറ്റാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസിന്റെ വാക്കാണത്. നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരത്തിന്റെ ചിന്ത. ഇവിടെ നയമാനെ സംബന്ധിച്ച് അദ്ദേഹം പരാക്രമശാലിയായ ഒരു യോദ്ധാവായതുകൊണ്ട് സാമാന്യം അഹങ്കാരം അദ്ദേഹത്തിനുണ്ട്. കാണുമ്പോഴെല്ലാം അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിലേക്ക് ചെല്ലുന്നു, ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന നാട്ടുകാർ മുഴുവൻ എഴുന്നേറ്റ് സെല്യൂട്ട് അടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ കുറച്ചൊക്കെ അഹങ്കാരമുണ്ട്. ദൈവം അവനോട് ആവശ്യപ്പെടുന്നത്, നീ യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക. 1-ാമത്തെ കുളിയിലൂടെ അവിടെ നിന്ന് മാറുവാൻ ആഗ്രഹിക്കുന്നത് അഹങ്കാരത്തിന്റെ ചിന്ത നീ നിന്നിൽ നിന്ന് മാറ്റണം. എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഒരുപക്ഷെ അതൊന്നും എക്കാലത്തിൽ നിൽക്കുന്നൊന്നല്ല. നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന പലതും നാളെ നശിച്ചു പോകുന്നതാണ്, ക്ഷണഭംഗുരമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം അത് വെറും ഒരു പേപ്പറാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരു ഡിഗ്രി നിങ്ങൾ പാസ്സായി, അത് BA ആകട്ടെ, BCom ആകട്ടെ, BSc ആകട്ടെ, ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾ പാസ്സായി കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നിങ്ങൾക്ക് ഒരു പേപ്പറിൽ നിങ്ങൾ BA ജയിച്ചിരിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് തരും. വെറും ഒരു പേപ്പർ കഷ്ണം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇനി അടുത്ത് PG ജയിച്ചു ചിന്തിക്കുക, ഒരു MScയോ MComോ MAയോ നിങ്ങൾ ജയിച്ചു കഴിയുമ്പോൾ പിന്നെയും യൂണിവേഴ്സിറ്റി ഓഫ് കേരള നിങ്ങൾ വീണ്ടും ഒരു പേപ്പർ തരും. അങ്ങനെ നിങ്ങളുടെ എന്റെയും ഫയലിൽ കുറച്ച് പേപ്പർ വെച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് ജയിച്ചതിൻ്റെ പേപ്പർ, പ്രീ ഡിഗ്രി ജയിച്ചതിൻ്റെ പേപ്പർ, ഡിഗ്രി ജയിച്ചതിൻ്റെ പേപ്പർ. ഇനി കുറച്ച് ദിവസം നിങ്ങൾ കല്യാണം കഴിയുമ്പോഴോ പള്ളിയിൽ നിന്നും വേറൊരു പേപ്പർ തരും, ഒരു മാരേജ് ഡോക്യുമെന്റ് തരും. ലൈസൻസ് കിട്ടുമ്പോഴോ അതും ഒരു പേപ്പറാണ്. ധാരാളം പേപ്പറുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ പേപ്പറുകളുടെ എണ്ണം കൂടുന്നോറും നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ പേപ്പറുകളെല്ലാം നമ്മളിവിടെ വെച്ചേച്ച് പോകും. ആരെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസും കൂടെ ശവപ്പെട്ടിക്കകത്ത് വെക്കുമോ? കാര്യം അവിടെ ചെന്ന് കുറച്ച് വണ്ടി ഓടിക്കാനാണ്. ആരെങ്കിലും കൊണ്ടുപോകുമോ? ഇല്ല. കേരള യൂണിവേഴ്സിറ്റിയുടെ ഏതെങ്കിലും ഡോക്ടറേറ്റ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റും ആ ഫൈലോടുള്ള തരം വീട്ടിൽ വെച്ചേച്ച് ഒറ്റയ്ക്ക് പോകും. അതുകൊണ്ടാണ് നമ്മോട് പറയുന്നത് 7 പ്രാവശ്യം കുളിക്കുക സമം 1 നിന്റെ ജീവിതത്തിലെ അഹങ്കാരം അത് മാറാൻ നിന്റെ ജീവിതത്തിൽ ഒരു ശ്രമം ഉണ്ടാവും. 2ാമതായി കള്ളം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമില്ല. അത് കൊച്ചു കാര്യങ്ങളായിരുന്നു, വലിയ കാര്യങ്ങളായിരുന്നു. നമ്മൾ കള്ളം പറയാതിരിക്കാനായി ശ്രമിക്കണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ അനന്യാസിനെയും സഫീറായെയും കാണുകയാണ്. അനന്യാസും സഫീറായും കൂടെ ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ നിലം വിൽക്കും. നിലം വിറ്റു കഴിയുമ്പോൾ മുഴുവൻ തുകയും കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ വയ്ക്കും. നിലമെല്ലാം വിറ്റ് മുഴുവൻ തുകയും കിട്ടിക്കഴിഞ്ഞപ്പോൾ അനന്യാസിന്റെ സഫീറുടെ മനസ്സിനകത്ത് കൊച്ചു ചിന്ത, മുഴുവൻ കാശും കൊണ്ട് പള്ളിക്ക് കൊടുത്താൽ നാളെ നമ്മുടെ അവസ്ഥ എന്തായി മാറും? നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് അനന്യാസും സഫീറായും ചിന്തിച്ചു. അവർ നിലം വിറ്റതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കൊണ്ടുവച്ചു. കുറച്ച് കാശെടുത്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് നിക്ഷേപിക്കാനായി വെച്ചു. കുറച്ച് കാശെടുത്ത് LICയിൽ നിക്ഷേപിക്കാനായി വെച്ചു. കുറച്ച് കാശെടുത്ത് പട്ടിപലിശയ്ക്ക് കൊടുക്കാനും തീരുമാനിച്ചു. ഇങ്ങനെ കുറെ കാശെടുത്ത് പല ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ചിട്ട് ഒരു കൊച്ചു എമൗണ്ട് എടുത്ത് അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ കൊണ്ടുവച്ചു. അപ്പോസ്തലന്മാരാരാണ്? ദൈവിക ദർശനമുള്ളവരാണ്, ദൈവത്തിന്റെ അഭിഷേകമുള്ളവരാണ്, ദൈവത്തിന്റെ ആത്മാവുള്ളവരാണ്. അവർ അനന്യാസിനോട് സഫീറായോട് ചോദിച്ചു, അല്ലയോ അനന്യാസേ, ഇത്രയും രൂപയ്ക്കാണോ നിലം വിറ്റത്? അനന്യാസ് പറഞ്ഞു, അതെ, ഇത്രയും രൂപയ്ക്ക് നിലം വിറ്റിട്ടുള്ളൂ. കള്ളം പറഞ്ഞു. തത്സമയത്തിന് ലൈവായി അനന്യാസ് വീണ് മരിക്കുകയാണ്. ഇതൊന്നും അറിയാതെ സഫീറ അനന്യാസിന്റെ വരവ് കാത്തിരിക്കുകയാണ്. കുറേയേറെ സമയം കാത്തിരുന്നു. ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനമില്ല. അതുകൊണ്ട് സഫീറ അനന്യാസിനെ അന്വേഷിച്ച് അപ്പോസ്തലന്മാരുടെ അരികിലെത്തി. അപ്പോസ്തലന്മാർ അനന്യാസിന്റെ മരണമൊന്നും അറിയിച്ചില്ല. സഫീറായോട് ചോദിച്ചു, ഇത്രയും രൂപയ്ക്കാണോ നിലം വിറ്റത്? സഫീറ പറഞ്ഞു, അതെ, ഇത്രയും രൂപയ്ക്കാണ് നിലം വിറ്റത്. അനന്യാസ് വീണ് മരിച്ചതുപോലെ സഫീറായി ദൈവത്തിന്റെ കോപത്തിന് ഇരയായി ലൈവായി വീണ് മരണപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസികൾ, ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും കള്ളം പറയാനായി പാടില്ല. ദൈവസന്നിധിയിൽ സത്യമായിട്ട് പ്രസ്താവിക്കണം. കാരണം ദൈവം വെറുക്കുന്ന ഒന്ന് കള്ളം പറയുന്ന നാക്കാണ്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് എലീശ നയമാനോട് പറഞ്ഞു, നീ യോർദാനിൽ ചെല്ലണം,
7 പ്രാവശ്യം കുളിക്കണം. ഒന്നാമത്തെ കുളിയിലൂടെ നിന്റെ ജീവിതത്തിലെ അഹങ്കാരം നീ മാറ്റണം. രണ്ടാമത്തെ കുളിയിലൂടെ കള്ളം പറയുന്ന അനുഭവം നീ മാറ്റണം. മൂന്നാമത്തെ കുളിയിലൂടെ ഉദ്ദേശിക്കുന്നത് രക്തം പുരണ്ട കരം. ശതാധിപൻ എത്രയോ നിരപരാധികളെ കൊന്നൊടുക്കി മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ തന്നോടൊപ്പം ശതാധിപൻ എന്ന സ്ഥാനത്തേക്ക് വരും എന്ന് ചിന്തിക്കുന്നവനെയും ഏതെങ്കിലും മാർഗത്തിലൂടെ തച്ചുടച്ചുകൊണ്ട് ഈ അരാം സൈന്യത്തിന്റെ സേനാപതിയായി ദീർഘകാലം എനിക്ക് തന്നെ ഇരിക്കണമെന്ന ബോധ്യത്തോടെ ഈ നയമാൻ പല രീതിയിലും പല നിരപരാധികളെ കൊന്നൊടുക്കി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കരം നിരപരാധികളുടെ രക്തം വീണ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എലീശ പറഞ്ഞു, നീ യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കണം. മൂന്നാമത്തെ കുളിയിലൂടെ ഉദ്ദേശിക്കുന്നത് രക്തം പുരണ്ട കരത്തിൽ നിനക്കൊരു വിശുദ്ധി ഉണ്ടാകണം. നാലാമത്തെ കുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ നാലാമത് ദൈവം വെറുക്കുന്ന കാര്യം കുതന്ത്രം നിരൂപിക്കുന്ന ഹൃദയമാണ്. ശരിയായ തന്ത്രങ്ങൾ ഉപയോഗിക്കാം, കുതന്ത്രങ്ങൾ ഉപയോഗിക്കാം. ശരിയായ തന്ത്രങ്ങൾ അത് യുദ്ധതന്ത്രമാണ്. കുതന്ത്രം എന്ന് പറയുന്നത് ഒരുവനെ ചതിക്കുന്ന അനുഭവമാണ്. അത് നയമാന്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടേതായ തന്ത്രങ്ങൾ അത് നല്ലതാണോ കുതന്ത്രങ്ങളാണോ എന്ന് ഒരു തിരിച്ചറിവുണ്ടാവുക. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ ഫാമിലി, ഫസ്റ്റ് ഫാമിലിയിൽ തന്നെ കുതന്ത്രം ഉണ്ടാവുകയാണ്. കൈൻ ഹാബേലിനോട് കൈൻ പറഞ്ഞു, അല്ലയോ സഹോദര, അനുജ, നമുക്ക് വയലിലേക്ക് പോകാം. ജ്യേഷ്ഠ സഹോദരൻ വിളിച്ച ആ വിളിയിൽ വിശ്വസിച്ച ഹാബേൽ കൈയിനോടൊപ്പം വയലിലേക്ക് ചെല്ലുകയാണ്. ആ വയലിലേക്ക് പോകുന്ന ഓരോ കാൽപാതകൾ ഇങ്ങനെ മുന്നോട്ട് വെക്കുന്നോറും കൈൻ്റെതായ മനസ്സിനകത്ത് കുതന്ത്രം അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയലിൽ എത്തിയ ഉടൻ തന്നെ ഇവനോട് കയർത്ത് സംസാരിക്കുകയാണ്. കയർത്ത് സംസാരിച്ച് ഏറ്റവും അവസാനം സ്വന്തം ജ്യേഷ്ഠൻ അനുജനായ ഹാബേലിനെ കൊല്ലുകയാണ്. കേൾക്കുന്ന വിശ്വാസികളെ, അതുകൊണ്ട് ദൈവം പറയുന്നു, നീ 7 പ്രാവശ്യം കുളിച്ചേ മതിയാവുകയുള്ളൂ. നാലാമത്തെ കുളി എന്ന് പറയുന്നത് കുതന്ത്രങ്ങൾ, തെറ്റിദ്ധാരണകൾ, തെറ്റായ ചിന്തകൾ, ഒരുവന്റെ നാശത്തിന് വേണ്ടി നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് നിന്നിൽ നിന്ന് മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അഞ്ചാമത്തെ ദൈവം വെറുക്കുന്ന കാര്യം തെറ്റ് ചെയ്യാൻ ഓടുന്ന കാൽ. എന്റെ നിങ്ങളുടെ കാൽ പലപ്പോഴും തെറ്റായ മാർഗങ്ങളിലേക്ക് ഓടുവാൻ വെമ്പൽ കൊള്ളുകയാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു, നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുന്നു എങ്കിൽ ആ കാല് നീ വെട്ടിക്കളയുക. 2 കാലുള്ളവനായി നീ നിത്യ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കാലുള്ളവനായി, ഒറ്റ കൈയുള്ളവനായി, ഒറ്റ കണ്ണുള്ളവനായി നീ സ്വർഗരാജ്യത്തിലേക്ക് വരണം. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല ശരീരം, ഈ ശരീരം പാപത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുകയാണോ? നമ്മുടേതായ ശരീര അവയവങ്ങൾ പാപചിന്തകളാൽ നിറയപ്പെട്ടിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ ദൈവം പറയുന്നു, ഈ ശരീരം കൊണ്ട് നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് അംഗഹീനതയുള്ളവനായി, അംഗവൈകല്യമുള്ളവനായി നീ സ്വർഗരാജ്യത്തിലേക്ക് വരണം. തെറ്റ് ചെയ്യാൻ ഓടുന്ന കാൽ ദൈവം വെറുക്കുകയാണ്. ആറാമത് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ് കള്ളസാക്ഷ്യം പറയുക. കള്ളത്തരവും കള്ളസാക്ഷ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ കള്ളസാക്ഷ്യം നമ്മൾ കാണാത്തതിനെയും കേൾക്കാത്തതിനെയും കണ്ടു കേട്ടു എന്ന് പറയുന്ന അനുഭവങ്ങൾ. ദൈവം പറയുന്നു, അത് വിശ്വാസിക്ക് ഭൂഷണമല്ല. പ്രാർത്ഥിക്കുന്നവൻ അത് നല്ലതല്ല, ആരാധിക്കുന്നവൻ അത് നല്ലതല്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് കള്ളസാക്ഷിയുടെ അനുഭവം നീ മാറ്റിക്കളയുന്നത് ഏറ്റവും ആവശ്യം. ഏഴാമതായി ഭിന്നത ജീവിതത്തിൽ നിന്ന് മാറ്റണം. ബ്രിട്ടീഷ് നമ്മുടെ ഭാരതത്തിലേക്ക് വന്നപ്പോൾ അവർ ചെയ്തതെന്താണ്? ഡിവൈഡ് ആൻഡ് റൂൾ, വിഭാഗിച്ച് ഭരിക്കുക. ദൈവം നമ്മോട് ആഗ്രഹിക്കുന്നത് നമ്മൾ വിഭജിച്ച് നിൽക്കുന്നവരല്ല, മാറി മാറി നിൽക്കാനുള്ളവരല്ല, ഒരുമിച്ച് നിൽക്കണം. കാരണം വേദപുസ്തകം 133 സങ്കീർത്തനം 1 പഠിപ്പിക്കുന്നത് ഇതാ സഹോദരന്മാർ സഹോദരിമാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുദ്ധവും എത്ര മനോഹരവുമാകുന്നു. 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുവാൻ നയമാനോട് ആവശ്യപ്പെടുകയും 7 പ്രാവശ്യം കുളിച്ചു കഴിയുമ്പോൾ നയമാൻ ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ചിന്ത അവസാനിപ്പിക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ തൊടുകയാണ്. പുതിയ നിയമത്തിൽ നിന്ന് വായിച്ച മത്തായി സുവിശേഷത്തിൽ നമ്മൾ കണ്ടത് യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാണ്. യേശു കുഷ്ഠരോഗിയെ തൊടുന്നു. ഈ തൊടുക എന്നുള്ളതിലൂടെ
മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുകയാണ്. വ്യാഖ്യാനിക്കാതെ ഞാൻ അച്ഛൻ്റെ അവസാനിപ്പിക്കുന്നു. യേശുവിൻ്റെ സ്പർശനം. യേശു ഒരുവനെ തൊട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് നിർഗമിക്കുന്ന മൂന്ന് ചിന്തകൾ. ഒന്ന്, സ്പർശനം എന്നുള്ളത് നിന്നെ ഞാൻ കെയർ ചെയ്യുന്നു, നിന്നെ ഞാൻ സംരക്ഷിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതീകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേർ ഒരുപക്ഷെ വിഷമിച്ചിരിക്കുമ്പോൾ അപ്പൻ മകനെ തൻ്റെ തോളോട് ചേർത്ത് പിടിക്കും. അപ്പോൾ ആ മകനറിയാം പപ്പ എന്നെ സംരക്ഷിക്കുകയാണ്. ഒരുപക്ഷെ ബലഹീനതയിലായിരിക്കുന്ന മകളെ അമ്മ ചേർത്ത് പിടിക്കുമ്പോൾ ആ മകൾ അനുഭവിക്കുന്നത് ഒരു സംരക്ഷണ കവചമാണ്. അങ്ങനെയെങ്കിൽ യേശു കുഷ്ഠരോഗിയെ തൊടുന്നതിലൂടെ ആ കുഷ്ഠരോഗി അറിയുന്നു, യേശു എന്നെ കെയർ ചെയ്യുന്നു, യേശു എന്നെ സംരക്ഷിക്കുന്നു. രണ്ടാമതായി, തൊടുക എന്നുള്ളത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് റെക്കഗ്നിഷൻ. അത് ഒരു തിരിച്ചറിവിന്റെ, ദൈവം എന്നെ തിരിച്ചറിയുന്നു, ദൈവം എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നു, ദൈവം എൻ്റെ അവസ്ഥ അറിഞ്ഞ് എന്നെ സഹായിക്കാൻ എൻ്റെ അരികിലേക്ക് വരുന്നു എന്ന ഒരു ചിന്തയാണ് ഈ സ്പർശനം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓർക്കണമേ, യേശു കുഷ്ഠരോഗി തൊടുന്നതിലൂടെ കുഷ്ഠരോഗിക്ക് മനസ്സിലായി യേശു എന്നെ കരുതുന്നുണ്ട്. രണ്ട്, യേശു എൻ്റെ അവസ്ഥകളെല്ലാം തിരിച്ചറിയുന്നുണ്ട്. മൂന്ന്, തൊടുക എന്നുള്ളത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് സിമ്പതി. ഇത് അനുകമ്പയുടെ ഒരു അനുഭവമാണ്. ഓർക്കുക, നമ്മൾ ആശുപത്രിയിലേക്ക് ചെന്നു, ഡോക്ടർ നമ്മുടെ തലയിൽ തൊട്ടിട്ട് അല്ലെങ്കിൽ കൈ തൊട്ടിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ തരുന്ന ഗുളിക കഴിച്ചാൽ മതി, മാറിക്കൊള്ളും. ഈ ഒരു വാക്ക് കേട്ടാൽ മതി, നമ്മുടെ പകുതി അസുഖം അവിടെ വെച്ച് തന്നെ മാറും. മറിച്ച് ഡോക്ടറിന്റെ മുന്നിലേക്ക് ചെന്നു, ഡോക്ടർ മാറി നിന്ന് പറഞ്ഞു, ഇത് വല്ലാത്ത കുഴപ്പമാണ്, ഈ ഗുളിക കഴിച്ചു വെച്ച് രക്ഷപ്പെടാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും മരിച്ചു പോകും. കാരണം നമ്മുടെ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിലെ സൗഖ്യം. യേശു തൊടുന്നതിലൂടെ ഒന്ന്, നിന്നെ സംരക്ഷിക്കാൻ ഒരു യേശു ഉണ്ട് എന്ന് ഉറപ്പ്. രണ്ട്, നിന്റെ ഇന്നത്തെ അവസ്ഥകൾക്കെല്ലാം കാരണവും അതിൻ്റെ പരിഹാരവും അറിയുന്ന ഒരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവ്. മൂന്ന്, നിന്റെ ഇന്നത്തെ വേദന കണ്ട് നിന്നോട് അനുകമ്പയുള്ള യേശുവിൻ്റെ സ്പർശനമാണ് നമുക്കിന്ന് ആവശ്യം. ഇതേ സ്പർശനമാണ് യേശു കുരുടന്റെ കണ്ണിൽ തൊട്ടിട്ട് യേശു പറഞ്ഞു, നീ ശിലോഹം കുളത്തിൽ പോയി കഴുകുക. ഇതേ ദൈവമാണ് രക്തസ്രാവം പിടിക്കപ്പെട്ട സ്ത്രീക്ക് തന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോകാൻ തക്ക നിലയിൽ അവർക്ക് യേശുവിന്റെ വസ്ത്രത്തെ തൊടുവാൻ നിന്നു കൊടുത്തതും ഇതേ സൗഖ്യത്തിന്റെയും അനുകമ്പയുടെയും ശക്തി കൂടെയാണെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ തൊട്ടുകൂടാത്തവരെ തൊടുന്ന ഒരു യേശു ഉണ്ട്. എന്നെ നിങ്ങളെയും പല കാരണങ്ങളാൽ പലരും നമ്മെ അകറ്റി നിർത്താനായി ശ്രമിക്കുമ്പോൾ, ആരൊക്കെ നമ്മെ അകറ്റി നിർത്തിയാലും, ആരൊക്കെ നമ്മെ ദൂരങ്ങളിലേക്ക് മാറ്റി നിർത്താനായി ശ്രമിച്ചാലും, ആ ദൂരങ്ങളിൽ നിന്ന് അരികിലേക്ക് കൊണ്ടുവരുവാൻ യേശുവുണ്ട്. ആ യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് സ്വയം സമർപ്പിക്കാമോ?